ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10th ചാപ്റ്റർ 10 സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 1, 2 ആൻഡ് 3 അതിലുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 to 3 ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ഗിവ് ജസ്റ്റിഫിക്കേഷൻ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 1 to 3 വരെയുള്ളതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ MCQ ആണ്, അതാണ് നമ്മൾ ഒന്നിച്ചെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ എന്താക്കണം, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്. ഫ്രം എ പോയിന്റ് Q ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് 24 സെൻറ്റിമീറ്റർ. ചിത്രം ഞാൻ വരയ്ക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ചിത്രം കാണിച്ചു തരുന്നതിന് മുമ്പ് ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ. ഫ്രം എ പോയിന്റ് Q എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഒരു ടാൻജന്റ് സർക്കിളിലേക്ക് വരച്ചിട്ടുണ്ട്. ആ ടാൻജന്റിന്റെ നീളം 24 ആണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് Q ഫ്രം ദ സെന്റർ ഈസ് 25. സെന്ററിൽ നിന്നും Qയിലേക്കുള്ള അകലം 25 ആണ്. ദെൻ റേഡിയസ് ഓഫ് ദ സർക്കിൾ, റേഡിയസ് കാണണം. കണ്ടോ? ഓക്കെ, Q എന്ന പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് P എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ ടാൻജന്റ് വരച്ചു. അതിന്റെ നീളം 24 എന്ന് പറഞ്ഞു. സെന്ററിൽ നിന്നും Qയിലേക്കുള്ള അകലം 25 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് OPയുടെ നീളമാണ്. ഓക്കെ, റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ നമ്മൾ പറയുന്നൊരു പേരുണ്ട്, എന്താ? ഹൈപ്പോട്ടനസ്. അപ്പോൾ ഹൈപ്പോട്ടനസും തന്നിട്ടുണ്ട്, ഒരു സൈഡും തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. OP² പ്ലസ് PQ² ഇസ് ഈക്വൽ ടു OQ². കാരണം OQ ആണ് ഹൈപ്പോട്ടനസ്. OP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PQ 24 ആണ്. അപ്പോൾ 24ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25ന്റെ സ്ക്വയർ. 24ന്റെ സ്ക്വയർ നമുക്ക് 576 ആയിരിക്കും കിട്ടുന്നത്. നോക്കാം നമുക്ക്. 4 16ക്ക് 6 വരും, ശിഷ്ടം 1 വരും. 4 24 8 1 9, പിന്നെ 1 4 4 24 8, 2 2 2 4 6 9 8 17 7 3 4 1 5 576. 25ന്റെ സ്ക്വയറുകൾ നമ്മൾ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട്. 25ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ 5ലാണ് അവസാനിക്കുക. പിന്നെ 2 2 കഴിഞ്ഞാൽ 3, 2 × 3 6, 625. ഇനി ഈ പ്ലസ് 576 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് 576 ആവും. അപ്പോൾ 625ന്ന് 576 മൈനസ് ചെയ്യാൻ പോവാണ്. 5ന്ന് 6 പോകൂല. അപ്പോൾ ഇവിടെ നിന്ന് കടെടുത്തു. 15ന്ന് 6 പോയാൽ 9. ഇവിടെ ഇനി 1 അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കടെടുത്തിട്ടു. അപ്പോൾ 4 കിട്ടും, 49 കിട്ടും. 11ന്ന് 7 പോയാൽ 49. ഇവിടെ ഇനി 5 അല്ലേ ഉള്ളൂ. 5ന്ന് 5 പോയാൽ 0. അപ്പോൾ OP² ഇസ് ഈക്വൽ ടു 49 എന്ന് കിട്ടും. അപ്പോൾ OP ഈക്വൽ ടു √49 എന്ന് കിട്ടും. 49ന്റെ റൂട്ട് എത്രയാണ്? ഏത് നമ്പറിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 49 കിട്ടുന്നത്? 7 × 7 ആണ് 49. സോ OP ഈക്വൽ ടു 7. നമ്മളുടെ ഓപ്ഷൻ A കിട്ടും നമുക്ക്. നമുക്കിവിടെ പ്ലസ് ഓർ മൈനസ് √49 ഒക്കെ വരും കേട്ടോ. പക്ഷേ റേഡിയസ് നമ്മളിവിടെ പോസിറ്റീവ് ആയിട്ടുള്ള എടുക്കുക. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നെഗറ്റീവ് ഒന്നും കൺസിഡർ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ OP ഈക്വൽ ടു 7. ഓപ്ഷൻ A, OP ഈക്വൽ ടു 7 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് എങ്ങനെയാണ്? ഇൻ ദ ഫിഗർ TP ആൻഡ് TQ ആർ 2 ടാൻജൻസ് ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ O, സോ ദാറ്റ് ആംഗിൾ POQ ഈക്വൽ ടു 110, ആംഗിൾ PTQ ഇസ് ഈക്വൽ ടു. ഈ POQ തന്നു കഴിഞ്ഞ് PTQ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഞാനിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു എളുപ്പമായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ ഈ 2 കോണുകൾ കൂട്ടിയാൽ 180 ആണ്. കാരണം ഇവിടെ 90, 1 മാർക്കിന് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്തണല്ലോ. റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള കോണ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ Pയുടെ അവിടെയും Qയുടെ അവിടെയും 90 വരും. അപ്പോൾ 90 + 90 അതും നിങ്ങൾ ഒഴിവാക്കിയ 180 ആയി. ഇനി 360, ഇതൊരു ക്വാഡ്രിലാറ്ററലാണല്ലോ, ഇനി 360 ആണ് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. റേഡിയസുകൾ തമ്മിലുള്ള ആംഗിളും ടാൻജൻറ്റുകൾ തമ്മിലുള്ള ആംഗിളുകളും കൂട്ടിയാൽ 180 ആണ് കിട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും PTQ എന്ന് പറയുന്നത് 110ക്ക് എത്ര കൂട്ടുമ്പോഴാണ് 180 കിട്ടുക? 70. ഇനി അതെങ്ങനെ കിട്ടുന്നതെന്നുള്ളതൊന്ന് നോക്കി കേട്ടോ. നോക്കിയാൽ PTQ എന്ന് പറയുന്നത് PTQ അല്ല, OPT എന്ന് പറയുന്നതാ. ഈ OPT എന്ന് പറയുന്ന ഈ ആംഗിള് അത് 90 ഡിഗ്രിയാണ്. കാരണം ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ്. അതേപോലെ തന്നെയാണ് OQT എന്ന് പറയുന്ന ആംഗിളും. അതും ആംഗിൾ റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ്. ഇനി OPTQ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. ക്വാഡ്രിലാറ്ററലിൻ്റെ 4 കോണുകൾ കൂട്ടിയാൽ നമുക്ക് 360 കിട്ടും. അപ്പോൾ OPTയും POQവും
ഒ ക്യു ടിയും പി ടി ക്യൂ കൂടിയും കൂട്ടിയാൽ 360 ആയി. ഇനി ഈ പറയുന്ന കോണുകളൊക്കെ ഞാൻ കൊടുക്കുകയാണ്. ഒ പി ടി 90 പി ഒ ക്യു 110 ഒ ക്യു ടിയും 90. ഓക്കെ, അപ്പോൾ 90 എത്രയായി? 180 180 ഒരു 110 കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 8 1 9 1 1 2 290 കിട്ടും. അപ്പോൾ 290 പ്ലസ് ആംഗിൾ പി ടി ക്യൂ ഈക്വൽ ടു 360 എന്ന് കിട്ടും. ആ 290 ഇപ്പുറം വരുമ്പോൾ 360 മൈനസ് 290 എന്ന് കിട്ടും. 0 നിന്ന് 0 പോയാൽ 0 ആണ്. 6 നിന്ന് 9 പോകില്ല, അപ്പോൾ ഇതിവിടെ 16 ആവും, ഇവിടെ 2 ആവും. 16 നിന്ന് 9 പോയാൽ 7 എന്ന് കിട്ടും. 2 നിന്ന് 2 പോയാൽ 0. അപ്പോൾ എത്രയാണ് ആൻസർ? ആംഗിൾ പി ടിക്കും നമുക്ക് എത്ര കിട്ടി? 70 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ആംഗിൾ പി ടി ക്യൂ ഈക്വൽ ടു 70 ഡിഗ്രി. ഞാൻ പറഞ്ഞല്ലോ 110 70 കൂട്ടിയാലാണ് 180. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് അവിടെ ആൻസർ ചെയ്താൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആംഗിൾ പി ടി ക്യൂ ഈക്വൽ ടു എത്ര കിട്ടി? 70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി മൂന്നാമത്തത്, ടാൻജൻസ് പി എ ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ are inclined to each other at an angle of 80 degree. Then angle POA is equal to. ചിത്രം കാണുന്നതിന് മുമ്പ് ഞാനൊന്ന് വരച്ച് കാണിച്ചിട്ട് അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടാൻജൻറ്റ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടാൻജൻറ്റ്. ആ ടാൻജൻറ്റുകളുടെ പേര് പി എയും, പിന്നെ വരച്ചതിൽ മുകളിലാണോ താഴെയാണോ എ കൊടുത്തത് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. പി എയും പി ബിയും ഇവിടെ നിന്ന് ഇങ്ങനെ സെൻറ്ററിലേക്ക് വരും. ഇവിടുത്തെ ആംഗിളാണ് 80 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്കൊരു ലൈൻ വരക്കാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ആംഗിൾ എത്രയാവും? 40 ആവും. ഇവിടെ എത്രയാ? 90. ഇവിടെയാണ് ഒ വരിക. അപ്പോൾ പി ഒ എ കാണാൻ സുഖമല്ലേ? ഇതാ ഇവിടെ 90, ഇവിടെ 40, ബാക്കി ഇവിടെ എത്ര ഉണ്ട് നോക്കിയാൽ പോരെ? 40 50 വരും ഇവിടെ. അപ്പോഴല്ലേ 180 ആവുക. ഓക്കെ, ഇനി ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ, 80നെ സ്പ്ലിറ്റ് ചെയ്ത് 40 ആയി. പി ഒ എ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോ, എ പി ബി ഇത് മുഴുവനായിട്ട് 80 ആണ്. അപ്പോൾ എ പി ഒയും ബി പി ഒയും 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഒ എ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ്. ഇതാ ഇവിടെ ഒ എ പി എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ്. ഇനി നമ്മളിവിടെ എ പി ഒ പി എ ഒ പി ഒ എ ഇത് മൂന്നും ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് അല്ലേ? നോക്കി, ഇതാ എ പി ഒ, ഇത് എ പി ഒ, ഇത് പി എ ഒ, അത് പി ഒ എ, അത് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് അല്ലേ? ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടും. നമുക്കറിയാവുന്ന ആംഗിളുകൾ നമ്മളവിടെ കൊടുത്തു. പി ഒ എ ആണ് നമുക്കറിയാത്ത, മറ്റ് 40 90 40 കൂട്ടിയാൽ 130 എന്ന് കിട്ടും. ഇനി ആ 130 ഇപ്പുറം വരുമ്പോൾ 180 മൈനസ് 130 50 എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ പി ഒ എ എത്രയാണ്? 50 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ പി ഒ എ എത്രയാണ്? 50 ഡിഗ്രി. നമ്മുടെ ഓപ്ഷൻ ബി അല്ല എ ആണ് നമുക്ക് കിട്ടുക. ആംഗിൾ പി ഒ എ ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോഴാണ് നമുക്ക് 180 ആഡ് ചെയ്യുമ്പോൾ ആവുക. ഓക്കെ,